അപ്പൊ വേഗം വാ. ഇന്ന് എനിക്ക് ഒരു ലോഡ് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഉച്ചയോട് റെഡിയാക്കാം. അപ്പൊ മാമ്പഴ പുളിശ്ശേരിയായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ മാമ്പഴ പുളിശ്ശേരിയുടെ കൂടെ തന്നെ മീൻകറിയും ആ ഒരു കോംബോ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ഞാൻ നെയ്മീൻ എടുത്തിട്ടുണ്ട് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള അരി കഴുകി ഇട്ടിട്ടോ അടുപ്പത്ത്. ഈ മാങ്ങ, ചക്ക, കാച്ചിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആർത്തിയാട്ടോ. അപ്പൊ ആവശ്യമില്ലെങ്കിലും ഞാൻ ഒരുപാട് എടുത്തുകൊണ്ട് വരും കേട്ടോ. വാങ്ങിച്ചുകൊണ്ടാണെങ്കിലും ആരെങ്കിലും തരുവാണെങ്കിലും ഞാൻ ഇന്നും നോക്കത്തില്ല, ഒരുപാട് എടുത്തുകൊണ്ട് വരെ. പക്ഷെ വേസ്റ്റ് ചെയ്തില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഒന്നില്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ ഷേക്കോ കഴിക്കും. ആരോട് ഇങ്ങനെ മുസ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ കൊണ്ടുവന്നത്. മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാമ്പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടേ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാട്ടോ. നമ്മുടെ നാട്ടിൽ നല്ല വിലയുള്ള മീനാണല്ലോ നെയ്മീൻ. പക്ഷെ ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും കേട്ടോ. ഇപ്പൊ വലിയ 4-5 കിലോയുള്ള നെയ്മീനൊക്കെ നമ്മുടെ നാട്ടിൽ 500 രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടുവേ. മീനെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ മീൻകറിക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്പീഡിൽ പറഞ്ഞപ്പോഴേ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉലുവയും കടുവയും പൊട്ടിച്ചെന്ന്. എന്തായാലും ഉലുവയും കടുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം ഇട്ട് കൊടുക്കാട്ടോ. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടേ നല്ല സോഫ്റ്റ് ആവുന്നേരെ വഴറ്റെടുക്കാട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ നല്ലോണം എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യുവേ. മീൻകറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി അരച്ചത് ആഡ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഞാൻ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഞാൻ ഇതിലോട്ട് മീനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല ചെറുതീയിലിരുന്ന് തിളച്ച് വറ്റി വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം കേട്ടോ. പണ്ടൊന്നും എനിക്ക് മുരിങ്ങയില കണ്ണിന് കാണാൻ പാടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ വീടിന് ചുറ്റുമ്പോൾ ഇഷ്ടമായിരുന്നു ഉണ്ടായിട്ടും അപ്പൊ വില ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് കിട്ടാനില്ല. പക്ഷെ എന്താ പറയണ്ടേ, ഗുണങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് പല കാര്യങ്ങളും പണ്ട് കഴിക്കാതെ നമ്മളിപ്പോൾ കഴിക്കുമല്ലോ. തോരന് വേണ്ടിയിട്ടുള്ള അരപ്പിനെ ഞാൻ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് 2 അല്ലി വെളുത്തുള്ളിയും 2 കുഞ്ഞുള്ളിയും 2 പച്ചമുളകും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഒരൊറ്റ അടിച്ചെടുക്കണേ. ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് നമ്മുടെ മുരിങ്ങയില കൂടി ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയാൽ തന്നെ ഇത് വേവൂട്ടോ മുരിങ്ങയില. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരനുമായി മീൻകറി ആയിട്ടോ. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് പോവാം. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4-5 കാഷ്നട്ട്, 1 അല്ലി വെളുത്തുള്ളി, ജീരകം, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചോണ്ട് വരണേ. എന്നിട്ട് ഇത് മാമ്പഴത്തിലോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണേ, അതിന്റെ പച്ചമണം മാറുന്നവരെ. മധുരത്തിന്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സിയുടെ അതേ ജാറിൽ തന്നെ തൈര് ഇട്ടിട്ട് ഒരൊറ്റ അടി അടിച്ചിട്ട് നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഒരുപാട് ചൂടാവണ്ടേ. നമുക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ മാമ്പഴ പുളിശ്ശേരിയും റെഡി. മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡി. അപ്പൊ ഞാൻ ചോറെടുക്കാൻ പോണേ. നല്ല ചൂട് ചോറിലോട്ട് നെയ്മീൻ കറിയും മുരിങ്ങയില തോരനും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ ശരി, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.